ഇതൊരു ഹമ്പിൾ റിക്വസ്റ്റ് എനിക്ക് കിട്ടി. ഈ ടോട്ടൽ ഇൻകത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യുമോ സാറേ വീഡിയോ ആയിട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, അപ്പം തന്നെ എഡ്ര ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡീറ്റെയിൽ നമ്മളെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു 2 ക്വസ്റ്റ്യൻ ഇപ്പം ചെയ്യാം ഈ വീഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് ഇതിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അങ്ങനെയായി പ്ലാൻ. അപ്പോൾ ഏതായാലും അത് ഹെൽപ്ഫുൾ ആവുന്നവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ ഇന്നത്തെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക, അതിൻ്റെ ആൻസറും ഡിസ്കസ് ചെയ്യുക, എങ്ങനെ ടോട്ടൽ ഇൻകം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻകം ഇല്ലാത്ത ഒരു DTയുടെ പേപ്പർ ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മേജർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഡോക്ടർ നിരഞ്ജന, എ റെസിഡന്റ് ഇൻഡിവിജ്വൽ, ഏജ്ഡ് 60 years. ആ, ഒരു ടോട്ടൽ ഇൻകം ക്വസ്റ്റ്യൻ വരുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനെ മാർക്ക് ചെയ്തിരിക്കണം. നിങ്ങളുടെ പെൻസിലായിട്ട് മാർക്ക് ചെയ്തിടുക. കാരണം ചിലപ്പോൾ ടാക്സ് ലയബിലിറ്റി കൂടി കാണിച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ടാക്സ് ലയബിലിറ്റിയും കൂടി ചെയ്യാൻ പറയുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ഏജ് 60 ആണ്, സീനിയർ സിറ്റിസൺ. ഓക്കെ, റണ്ണിങ് എ ക്ലിനിക് ആണ്. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് താഴെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി PGP ഇൻകം ഉണ്ടാവും. ക്ലിനിക്ക് റൺ ചെയ്യുന്നതല്ലേ. ഓക്കെ, നോക്കാം നമുക്ക് എന്തൊക്കെ ഇൻകംസ് ആണുള്ളത്. മെഡിസിൻ കൺസ്യൂംഡ്. ഓക്കെ, മെഡിസിൻസ് എക്സ്പെൻസസ് 35 ലക്ഷത്തിൽ കിട്ടാൻ. സ്റ്റാഫ് സാലറി, ക്ലിനിക് കൺസ്യൂമബിൾസ്, റെന്റ് പെയ്ഡ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, എമൗണ്ട് പെയ്ഡ് ടു സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ അപ്രൂവ്ഡ് അണ്ടർ സെക്ഷൻ 35. ഇത് 100% ഇൻഡക്ഷൻ അല്ലേ? 100% ഇൻഡക്ഷൻ കിട്ടുന്ന സാധനമാണ്. ഓക്കെ, ഫൈൻ. ദെൻ കൺസൾട്ടേഷൻ ആൻഡ് മെഡിക്കൽ ചാർജസ്, ഇൻകം ടാക്സ് റീഫണ്ട്. ശ്രദ്ധിക്കണം, മെഡിക്കൽ ചാർജ് കൺസൾട്ടേഷൻ മെഡിക്കൽ ചാർജസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഇൻകം ആണ്. ഓക്കെ, ഇൻകം ടാക്സ് റീഫണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതിൽ പ്രിൻസിപ്പൽ 5,000, ഇൻട്രസ്റ്റ് 450 ആണ്. ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്. ഡിവിഡൻഡ് ഓൾറെഡി ഗ്രോസിലാണ്, നെറ്റിലല്ല. ഓക്കെ, വിന്നിംഗ് ഫ്രം ഗെയിം ഷോ ഉണ്ട്, അത് നെറ്റിലാണ്. TDS നെറ്റ് ചെയ്തിട്ടാണ് 35,000 ഉള്ളത്. ആൻഡ് റെന്റ് കിട്ടിയിട്ടുണ്ട് 27,000. ഒന്ന് നോക്കടാ, ഒരു കാര്യം നോക്കിക്കേ. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നോ ദാറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം നമുക്കറിയാം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഏതൊക്കെ നാച്ചർ ഓഫ് ഇൻകം ഏതൊക്കെ ഹെഡ്സ് ആണെന്നുള്ളത് അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കണം. അതെന്താ വെച്ചാൽ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കാതിരിക്കാനാണ്. നമ്മളല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കും, വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കും, അത് ലൂപ്പിൽ ഇങ്ങനെ പോകും. ക്വസ്റ്റ്യൻ വായിക്കുന്ന ലൂപ്പിലായിരിക്കും. പിന്നെ ഒരുപാട് സമയം വെറുതെ ക്വസ്റ്റ്യൻ വായിച്ചു പോകും. അതാ അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഈ എമൗണ്ട് പെയ്ഡ് ഇപ്പോൾ ഞാൻ നോട്ട് ചെയ്തു 100% റിഡക്ഷൻ ആണെന്നുള്ള കാര്യം. ദെൻ ഇവിടെ കൺസൾട്ടേഷൻ മെഡിക്കൽ ചാർജസ്, അത് ബിസിനസ് നാച്ചറാണ്. ഇൻകം ടാക്സ് റീഫണ്ട് ആക്ച്വലി ഒരു ഇൻകം നാച്ചർ ആണോ? ഇൻകം ടാക്സ് റീഫണ്ട് ഇൻകം ആയിട്ട് എടുക്കണോ? എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ ഇൻട്രസ്റ്റോ, ഇൻകം ടാക്സിന്റെ ഇൻട്രസ്റ്റ് ഈസ് ആൻ ഇൻകം. അത് ഏത് ഇൻകം? IFOS ഇൻകം ആണ്, അതർ സോഴ്സിൽ ഇൻകം ആണ്, എടുക്കാം. ദെൻ ഡിവിഡൻഡ് ഫ്രം യൂണിറ്റ്സ് ഓഫ് ന്യൂട്ടി, അത് IFOS ആണ്. അതും ഒക്കെ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം ഇവിടെ. IFOS ഇവിടെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാം, ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ തന്നെ. ദെൻ വിന്നിംഗ് ഫ്രം ഗെയിം ഷോ ഏതാ? IFOS ആണ്. റെന്റ് ഏതാ? ഹൗസ് പ്രോപ്പർട്ടി HP ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ സിമ്പിളായി, പിന്നെ ആൻസർ വേഗം എഴുതിപ്പോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ലൂപ്പ്, ഞാൻ പറഞ്ഞില്ല, ലൂപ്പിൽ ഇങ്ങനെ വിടും. നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, വീണ്ടും വീണ്ടും ഇങ്ങനെ വായിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് റെന്റ് പെയ്ഡ് ഇൻക്ലൂഡ്സ്. മേലെ പറഞ്ഞ റെന്റിൽ ഈ പറഞ്ഞ റെന്റിൽ ഇൻക്ലൂഡ്സ് 30,000 പെയ്ഡ് ബൈ ചെക്ക് ടുവേർഡ്സ് റെന്റ് ഫോർ റെസിഡൻഷ്യൽ ഹൗസ്. റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള അതിന് വേണ്ടിയിട്ട് 30,000 പേ ചെയ്തിട്ടുണ്ടാണ്. അത് ബിസിനസ് പർപ്പസിന് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല, അലവബിൾ അല്ല, ഡിസലവബിൾ ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട്, ബിസിനസ് ഇൻകം കാണുമ്പോൾ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 30,000 മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും സൈനൊക്കെ ഇട്ട് വെക്കാം, ഇത് അലവബിൾ അല്ല എന്ന് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഈസിനെസ്സിന് വേണ്ടിയിട്ട്. then ക്ലിനിക്കൽ എക്യുപ്മെന്റ്സ്. ഓക്കെ, അവിടുത്തെ എക്യുപ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഓപ്പണിംഗ് WDV ഉണ്ട്. ദെൻ അക്വയർഡ് കോസ്റ്റ്, ദാറ്റ് മീൻസ് ആ ടൈമിൽ അക്വയർ ചെയ്തിട്ടുണ്ട്, ഡിസംബറിൽ അക്വയർ ചെയ്തത്. സോ ലെസ് ദാൻ 180 ഡേയ്സ് ആണ്, 180 ഡേയ്സിന്റെ ലെസ് ആണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക, 180 ഡേയ്സിന്റെ ലെസ് ആണ്. ദെൻ അക്വയർഡ് കോസ്റ്റ് ഉണ്ട്. അപ്പം ഇതിന്റെ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് താഴെ തന്നിക്കണോ എന്ന് വേണമെങ്കിൽ അപ്പം തന്നെ ചെക്ക് ചെയ്യാം. വിത്തർ പെർസെൻറ്റേജ് ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. സോ വി ക്യാൻ നമ്മളെ ഇൻകം ടാക്സിലെ പെർസെൻറ്റേജ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇറ്റ് ഈസ് 15%, റൈറ്റ്? 15% അല്ല പ്ലാൻ അഡ്മിഷൻ ലെവൽ. ഓക്കെ, സോ വിൽ ടേക്ക് 15%. 15% ഇതിനും 7.5% ഇതിനും. ഓക്കെ, ദെൻ റെന്റ് റിസീവ്ഡ് റിലേറ്റ് ടു പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് അറ്റ് സൂരറ്റ്. ഗ്രോസ് ആനുവൽ വാല്യൂ 27,000. മുനിസിപ്പൽ ടാക്സ് 2,000 പെയ്ഡ് ഇൻ ഡിസംബർ ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. മേലെ പറഞ്ഞ റെന്റ് റിസീവ്ഡ് റിലേറ്റ് ടു പ്രോപ്പർട്ടി
സിറ്റുവേറ്റഡ് അറ്റ് സൂരറ്റ് ആണ് പറഞ്ഞത്. അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ 27,000 ആണ്. ഇറ്റ് ഈസ് മാച്ചിങ്, ആക്ച്വലി ഇറ്റ് ഈസ് മാച്ചിങ്, ഗ്രോസ് ആനുവൽ വാല്യൂ മാച്ചിങ്. വേറെ ഫെയർ ഉണ്ട്, മുനിസിപ്പൽ വാല്യൂ, അതിൻ്റെ കാൽക്കുലേഷൻ ഒന്നും ഇവിടെ ഇല്ല. ചില ക്വസ്റ്റ്യൻ അത് ഉണ്ടാവും, അപ്പോൾ അത് നമ്മൾ നോക്കണം. ഇവിടെ ഇല്ല. സോ വി കൻ ഡയറക്ട്ലി ടേക്ക് GAV as equal to 27,000. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് ഉള്ളത് മുനിസിപ്പൽ ടാക്സ് 2,000 ഉണ്ട്, വി ക്യാൻ ലെസ്, നമുക്കത് ഗ്രോസ് ആനുവൽ വാല്യൂ ലെസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 2,000 ഈ പറഞ്ഞ മേലെ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ഈ പറഞ്ഞ സാധനത്തിൽ ഇവിടെ ഈ 2,000 ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അലൗവബിൾ ആണോ? ഈ 2,000 ഇവിടെ അലോ ചെയ്യാൻ പറ്റുമോ? നമ്മളെ ബിസിനസ് ഇൻകത്തിൽ അലോ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ആ 2,000 എടുക്കാൻ പറ്റൂല, അതിനാണ് അത് തന്നത്. സോ ഇത് മാർക്ക് ചെയ്യുക, ഇത് എടുക്കാൻ പറ്റൂല. അടുത്തത്, ഷീ റിസീവ്ഡ് എ സാലറി ഓഫ് 7,500 ഫ്രം ഫുൾ ക്യൂർ ഹോസ്പിറ്റൽ വിച്ച് ഹാസ് നോട്ട് ബീൻ ഇൻക്ലൂഡ് ഇൻ ദ കൺസൾട്ടേഷൻ മെഡിക്കൽ ചാർജ്. മേലെ പറഞ്ഞ കൺസൾട്ടേഷൻ മെഡിക്കൽ ചാർജ് ഇൻക്ലൂഡ് ചെയ്യില്ല, കാരണം ഇത് ഏത് നാച്ചറാണ്? ഇറ്റ് ഈസ് സാലറി. ഇൻകം ഫ്രം സാലറി വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് പോയാൽ വെരി സിമ്പിൾ ആണ് ടോട്ടൽ ഇൻകം. കാരണം ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഉള്ളിൽ നിന്നുള്ള പ്രൊവിഷൻസ് ഒന്നും അങ്ങനെ ചോദിക്കൂല എന്നാണ്. എന്നാലും നമ്മൾ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. ഓക്കെ, ഇതൊരു കോംപ്ലക്സ് തന്നെയാണ്, പക്ഷെ ഇതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം അടുത്ത വീഡിയോയിൽ. ആദ്യം ബേസിക്സ് തുടങ്ങിയിട്ടല്ലേ കോംപ്ലക്സ്. ഓക്കെ, ഡോക്ടർ നിരഞ്ജന അവൈൽഡ് എ ലോൺ ഓഫ് 5,50,000 ഫ്രം എ ബാങ്ക് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഓഫ് എ ഡോട്ടർ. ഇതെന്തിനാ തന്നിട്ടുണ്ടാവുക? 5,50,000 ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ലോണിന്റെ പ്രിൻസിപ്പൽ ഒരു 1,00,000 അടച്ചു, ഇൻട്രസ്റ്റ് ഒരു 55,000 അടച്ചു. എന്തിനാ തന്നെ? ഓർമ്മയിൽ ഇങ്ങനെ വരണം, ഇതെന്തിനാ തന്നേന്നുള്ളത്. ഇതെന്ത് ലോണാ? എഡ്യൂക്കേഷൻ ലോണാ. എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് അവൈൽ ചെയ്തൂടെ? ചാപ്റ്റർ 6 നമുക്ക് അവൈൽ ചെയ്തൂടെ? ഇൻട്രസ്റ്റ് 80E അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 80E ആണ്. ഓക്കെ, 80E നമുക്ക് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ചെയ്യാം. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് 55,000 വി ക്യാൻ ഡിഡക്ട് ഫ്രം 80E. ഷി പെയ്ഡ് 1,00,000 ആസ് ട്യൂഷൻ ഫീ. ഇത് നാച്ചർ ഓഫ് ഡെവലപ്മെന്റ് ഫീസോ ഡൊണേഷനോ അല്ല, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ ഡെവലപ്മെന്റ് ഫീ ഓർ ഡൊണേഷൻ. സോ 1,00,000 ട്യൂഷൻ ഫീ ആണ് ടു ദി യൂണിവേഴ്സിറ്റി ഓർ ഫുൾ ടൈം എഡ്യൂക്കേഷൻ ഓഫ് എ ഡോട്ടർ. ഓക്കെ, അപ്പോൾ 1,00,000 ട്യൂഷൻ ഫീ ഇത് ഡിഡക്ഷൻ ആക്കി എടുക്കാൻ പറ്റും. ഏതാ സെക്ഷൻ? 80C. ഇതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് പോയാൽ എന്ത് സുഖമാണെന്ന് അറിയാം. പെട്ടെന്ന് ആൻസർ ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള ഒരു റിലാക്സേഷൻ ഉണ്ട്. Then an amount of 28,000 has also been paid by check on 27th March for medical insurance premium. 28,000 മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തിട്ടുണ്ട്. ഏതാ സെക്ഷൻ? 80D. ഫുള്ള് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഫുള്ള് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം എന്താ? സീനിയർ സിറ്റിസൺ ആണ്. ഇതിനാണ് ആ 60 ഏജ് തന്നത്. കാരണം സീനിയർ സിറ്റിസൺ എത്ര വരെ എടുക്കാം? 50,000 വരെ എടുക്കാം. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഫുള്ളി എലിജിബിൾ. ഓക്കെ, അപ്പം എല്ലാതും നോട്ട് ചെയ്തിട്ടാ. ഇനി താഴെ വരും, ഈ എന്താണ് ചോദിക്കണമെന്ന് നോക്കാം. കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം. അപ്പോൾ ടാക്സ് ലയബിലിറ്റി ഇല്ല, ടോട്ടൽ ഇൻകം മാത്രമേ ഉള്ളൂ. പിന്നെ അസ്യൂമിംഗ് ദാറ്റ് ഷി ഹാസ് ഷിഫ്റ്റഡ് ഔട്ട് ഫ്രം, ഈ വേർഡിന്റെ അർത്ഥം എന്താ? അസ്യൂമിംഗ് ദാറ്റ് ഷി ഹാസ് ഷിഫ്റ്റഡ് ഔട്ട് ഫ്രം സെക്ഷൻ 115 BSc ആസ് പെർ ഓപ്ഷൻ ഗിവൺ ഇൻ സെക്ഷൻ 115 BSc 6. ഇതിനർത്ഥം ഓൾഡ് റെജീം ആണെന്നാണോ അതോ ഡിഫോൾട്ട് റെജീം ആണെന്നാണോ? ഇറ്റ് ഈസ് ഓൾഡ് റെജീം. ഇതെങ്ങനെ ഓൾഡ് റെജീമായി? കാരണം ഷിഫ്റ്റഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് മീൻസ് ഡിഫോൾട്ട് റെജീമിൽ നിന്ന് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് 115 മീൻസ് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്ന ഏതില്ല? 115 BSc 6. അതാണ് ഉദ്ദേശിച്ചത്. 115 BSc 6 ഓൾഡ് ആണെന്നല്ല പറയുന്നത്. ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് 115 BSc 6. അപ്പോൾ 115 BSc 6 അനുസരിച്ച് ഞാൻ ഷിഫ്റ്റ് ചെയ്യൂ. ഡിഫോൾട്ട് 115 BScയിൽ നിന്ന് ഞാൻ ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എങ്ങോട്ടാപ്പോൾ പോയേ? ഓൾഡ് റെജീമിലോട്ട് പോയി. അപ്പോൾ അധിക ക്വസ്റ്റ്യനിലും തരുന്നത് മിക്കവാറും എക്സാമിനും ഈ ഡയലോഗ് ആയിരിക്കും ഉണ്ടാവുക. ഇതേപോലെ ഡയലോഗ്, കൺഫ്യൂസ് ആവരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾഡ് റെജീമാണ്. അത് ഓക്കെ ആയി. ഓക്കെ, ഇനി അതിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ 115 BSc 6 1 ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാട്സ്ആപ്പ് മീ. ഓക്കെ, മൈ നമ്പർ ഈസ്, ഞാൻ ഒന്നും കൂടി നമ്പർ ചെയ്താൽ ഇതല്ല കേട്ടോ, അത് സൂരജ് അഗർവാൾ സാറിൻ്റെ നമ്പറാണ്. എൻ്റെ നമ്പർ ഇതാ, ഞാനിവിടെ ഇതാ 8943081450. ഇത് 3 3. ഓക്കെ, എന്തായിട്ടൊന്ന് ഞാൻ ആൻസർ ഇപ്പം നമ്മൾ ഒക്കെ പറഞ്ഞു. ഞാൻ ആൻസർ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ളൂ. എല്ലാതും നമ്മളിവിടെ പറഞ്ഞുള്ളത് മാർക്ക് ചെയ്ത് ജസ്റ്റ് നമുക്ക് ആൻസർ ക്രോസ് ചെക്ക് ചെയ്യാം. നോക്കിക്കേ, ഇൻകം ഫ്രം സാലറി എങ്ങനെ? ഇനി വേറൊരു കാര്യം അഡ്വൈസ് അല്ല, ടിപ്പായിട്ട് പറയാനുള്ളത്, ഈ ഓർഡർ പിരിക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ ഏത് മെറ്റീരിയലാണോ യൂസ് ചെയ്യുന്നത് ആ മെറ്റീരിയലിൻ്റെ ഒരു ഓർഡർ, ദാറ്റ് മീൻസ് ഒരു മാനർ ഉണ്ടല്ലോ, ആ മാനർ കീപ്പ് ചെയ്യുക. എപ്പോഴും പല പല മെറ്റീരിയൽ യൂസ് ചെയ്യുന്നവർ എപ്പോഴും ഒരു സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇപ്പോൾ ഈ ആൻസർ തന്നിട്ടുള്ള ഈ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഈ ഒരു വേ എനിക്കിഷ്ടപ്പെട്ടു, കംഫർട്ടബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വേ തന്നെ പോകാം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ആദ്യം ഇൻകം ഫ്രം സാലറി, ഈ ഓർഡർ കീപ്പ് ചെയ്യണം. ഇൻകം ഫ്രം സാലറി HP, ദെൻ VGBP അങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം സാലറി 7,500 ഇൻറ്റു 12, കാരണം 12 മാസം വർക്ക് ചെയ്തെന്ന് പറയുന്നുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കാൻ വർക്ക് ചെയ്തത്, ഇത് ക്വസ്റ്റിന് തരൂല, നമ്മൾ എടുക്കണം. മനസ്സിലായത്? 115 BSc 1 ആയാലും 6 ആയാലും ഇപ്പം ഉണ്ട്. ദാറ്റ് മീൻസ് രണ്ടിലും അവൈലബിൾ ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് നെറ്റ് ഞാൻ പുറത്തേക്ക് എടുത്ത് എഴുതി. അപ്പോൾ 3 കോളം, 1 2 3.
ഓക്കെ, അല്ലെങ്കിൽ രണ്ട് കോളത്തിലും ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി GAV തന്നിട്ടുണ്ട് 27,000. ശരിയല്ലേ? മുനിസിപ്പൽ ടാക്സ് 2,000 ആണെന്ന് പറയുന്നുണ്ട്. NAV കിട്ടി, അതിൻ്റെ 30% റിഡക്ഷൻ. ഇതും ക്വസ്റ്റ്യന് തരൂല, നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ്. അണ്ടർ സെക്ഷൻ 24 അനുസരിച്ചുള്ള 30% റിഡക്ഷൻ നമ്മൾ എന്താ ചെയ്യണം? ക്വസ്റ്റ്യന് തരൂല, പ്രൊവിഷനാണ്. ഓക്കെ, അതും കുറച്ച്, അതും പുറത്തോട്ട് എഴുതി. വെരി വെരി സിമ്പിൾ. എന്താ സുഖം, ഇതിങ്ങനെ ചെയ്തതിന് എന്ത് രസം. ടോട്ടൽ ഇൻകം ക്വസ്റ്റ്യൻ ചെയ്യാൻ നല്ല രസമാണ്. ദെൻ എനിക്കൊക്കെ ഇഷ്ടമായിരുന്നു. ദെൻ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ഇൻകം ഇവിടെയാണ് എന്താ പറയുക കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളതെന്ന് പറയാം. ദാറ്റ് മീൻസ് ഈ PGBP ഇൻകം ഞാൻ എങ്ങനെ കാണാം? ബിസിനസ് ഇൻകം ആക്ച്വലി നമുക്ക് തന്നിട്ടുള്ള എന്താ? നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഈ നെറ്റ് പ്രോഫിറ്റ് ഫുൾ ഇൻകം ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം അതിന് അലോവബിൾ ഉണ്ട്, അലോ ചെയ്യാത്ത ഡിപ്രിസിയേഷൻ ഇതിലുണ്ടോ? ഡിപ്രിസിയേഷൻ ഓർഡറോ ഇല്ല, ഡിപ്രിസിയേഷൻ എടുക്കണം. അലോ ചെയ്യാത്ത കുറേ എക്സ്പെൻസുകൾ ഉണ്ട്. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴെ ഇവിടെ തന്നെ ചെയ്തു പോകണം. എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ് വരിക? നോക്കിക്കേ, നെറ്റ് പ്രോഫിറ്റ് റെന്റ് റിസീവ്ഡ് ഉണ്ട്, അത് HP അല്ലേ, മൈനസ് ചെയ്തു. കാരണം അത് ആഡ് ചെയ്തെടുക്കല്ലേ അവിടെ, മൈനസ് ചെയ്തു. ഡിവിഡൻഡ് ഒഴിവാക്കി, വിന്നിംഗ് ഫ്രം ലോട്ടറി ഒഴിവാക്കി, ഇൻകം ടാക്സ് റീഫണ്ട് ഒഴിവാക്കി. കാരണം എന്താ? ഇതൊക്കെ വേറെ നാച്ചുറാ, ബിസിനസ് ഇൻകം അല്ല. ഒക്കെ ഇതിന് ഒഴിവാക്കി, ഒക്കെ ലെസ് ചെയ്തു. ദെൻ അലോവബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ ഡിപ്രീസിയേഷൻ 15%. അതിന് മേലെ എടുത്തിട്ടില്ലല്ലോ, അത് അലോവബിൾ അല്ലേ, എടുത്തു. 15% എടുത്തു. അഡീഷണൽ ഡിപ്രീസിയേഷൻ എടുത്തു. ഇനി വേറൊരു ചോദ്യം, ഈ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അഡീഷണൽ ഡിപ്രിസിയേഷൻ ഇവിടെ പറയുന്നില്ലല്ലോ അല്ലേ, സോറി, വിട്. അഡീഷണൽ ഡിപ്രിസിയേഷൻ്റെ കേസ് ഞാൻ പറയാം. ഓക്കെ, ഓക്കെ ഓക്കെ, ഇവിടെ പറയുന്നില്ല. ഓക്കെ, നമ്മൾ ഡിപ്രിസിയേഷൻ്റെ കേസ് ആക്ച്വലി ഇവിടെ പെർസെൻറ്റേജ് പറയുന്നില്ല. സോ പെർസെൻറ്റേജ് നമ്മൾ എടുക്കണം, പെർസെൻറ്റേജ് നമ്മൾ എടുക്കണം. ഓക്കെ, നോൺ ഏജ് ഇവിടെ ഡേയ്സ് നോക്കിക്കേ, ഡേയ്സ് ആക്ച്വലി എന്താ? നോൺ ഏജ് ഡേയ്സിൻ്റെ താഴെയാണ്. സോ ഡേയ്സ് നമ്മൾ കൺസിഡർ ചെയ്തോ, നെറ്റ് താഴെയാണ്. അവിടെ എഴുതി കൊടുക്കണം. ദാറ്റ് മീൻസ് എക്യുപ്മെന്റ് എന്നാണ് പർച്ചേസ് ചെയ്തത്, അതുകൊണ്ട് തന്നെ 180 ഡേയ്സിന്റെ താഴെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? 7.5% എടുക്കാം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഇവിടെ പറയണം. ഓക്കെ, സോ അത് എഴുതി കൊടുത്ത് ദെൻ ഇവിടെ ഒരു നോട്ട്, ഈ നോട്ടും നമ്മൾ കൊടുത്തിരിക്കണം. ഇവിടെ സയന്റിഫിക് റിസർച്ചിന്റെ ഒരു കേസ് പറയുന്നുണ്ട്. അത് ആക്ച്വലി സയന്റിഫിക് റിസർച്ചിന്റെ എക്സ്പെൻഡിച്ചർ ഓൾറെഡി ഡിഡക്റ്റഡ് ആണ്. ശരിയല്ലേ? ഓൾറെഡി ഇവിടെ സയന്റിഫിക് റിസർച്ചിന്റെ എക്സ്പെൻസ് ഡിഡക്റ്റഡ് ആണ്. ഇനി വീണ്ടും ഡിഡക്ട് ചെയ്യണോ? വേണ്ട. 100% ഡിഡക്ഷൻ അലൗഡ് ആണ്. അത് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് താഴെ നമ്മൾ എഴുതി കൊടുക്കണം. ഈ പറഞ്ഞ നോട്ടുകളൊക്കെ ഇല്ലേ, ഇതിനൊക്കെ മാർക്കാം. ഇതൊന്നും എഴുതിയില്ലെങ്കിൽ അര മാർക്കോ ഒരു മാർക്കോ ഒക്കെ വെച്ച് ഇങ്ങനെ കുറക്കും വരും. അപ്പോൾ ആൻസർ ശരിയായി കിട്ടുന്നതിലല്ല കാര്യം. ദാറ്റ് മീൻസ് ഈ ഫൈനൽ ആൻസർ കിട്ടുന്നതിലല്ല കാര്യം, നിങ്ങൾ അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ടോട്ടൽ ഇൻകത്തിന്റെ കാര്യമുള്ളത്. കാരണം നിങ്ങളൊരു CMA കാരനാണ്. നിങ്ങൾ നിങ്ങളുടെ ക്ലയന്റിനെ ടോട്ടൽ ഇൻകം എങ്ങനെ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അയാൾ ഒന്നും അറിയാത്ത ഒരാളാണ്, അയാൾക്ക് എല്ലതും മനസ്സിലാക്കി കൊടുക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ സംഭവം. അപ്പം എല്ലതും എഴുതണം. ചെറിയ പോയിന്റ് ആണെങ്കിൽ ഇവർ എഴുതി കൊടുക്കുക, മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ എക്സ്പെൻഡിച്ചർ നോട്ട് അലവബിൾ വൈൽ കമ്പ്യൂട്ടിംഗ് ബിസിനസ് ഇൻകം. ഒന്ന് ഈ റെസിഡൻഷ്യൽ ആയിട്ട് യൂസ് ചെയ്ത റെന്റ് എങ്ങനെയോടെ നിങ്ങൾ മൈനസ് ചെയ്യുക, അത് തിരിച്ചാണ്ടാക്കി 30,000. മുനിസിപ്പൽ ടാക്സ് അത് തിരിച്ചാണ്ടാക്കിയത്. അങ്ങനെ ബിസിനസ് ഇൻകം കിട്ടി. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻകം ടാക്സ് റീഫണ്ട്. ഇനി IFOസിൽ ഏതൊക്കെ വരിക? ഇൻകം ടാക്സ് റീഫണ്ട് ഫുള്ള് IFOസ് ആണോ? നിങ്ങൾക്ക് കഴിഞ്ഞതെല്ലാം റീഫണ്ട് കിട്ടി കഴിഞ്ഞാൽ തന്നെ ഇൻകമായിട്ട് എങ്ങനെ ഇൻകാവുക? പക്ഷെ അതിന്റെ ഇൻട്രസ്റ്റ് ഇൻകം ആണ്. സോ അതിന്റെ ഇൻട്രസ്റ്റ് ഇൻകം ആണ്, അതെടുത്ത്. ഡിവിഡൻഡ് എടുത്ത്. ദെൻ വിന്നിംഗ് ഫ്രം ലോട്ടറി അവിടെ നെറ്റിലാണ് തന്നിട്ടില്ല, നമ്മൾ ഗ്രോസപ്പ് ചെയ്യണം. ഗ്രോസപ്പ് ചെയ്യാനുള്ള എമൗണ്ട് അവിടെ തന്നിട്ടുണ്ട്, ഗ്രോസപ്പ് ചെയ്തെടുത്ത്. സോ IFOസും കിട്ടി, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. ദെൻ അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്താ? ചാപ്റ്റർ 6 ഡിഡക്ഷൻ. ഏതൊക്കെ ഡിഡക്ഷൻ അവിടെ ഉണ്ടായിരുന്നു? 80 ആ ഓർഡർ പോണ 80 ഡിഡക്ഷൻ ഉണ്ടായിരുന്നു. ഏതാണ്? ട്യൂഷൻ ഫീ, അത് ഡിഡക്ട് ചെയ്ത്. 80D മെഡിക്കൽ പ്രീമിയത്തിന്റെ കേസിൽ ട്വിസ്റ്റ് എന്താ? അവിടെ എന്താണ് 28,000 ആണ് നമ്മൾ ലിമിറ്റ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 വരെ കിട്ടും സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട്. സോ അതും കിട്ടി. ദെൻ ലോണിന്റെ ഇൻട്രസ്റ്റ് മാത്രമാണ്, പ്രിൻസിപ്പൾ കിട്ടൂല. എഡ്യൂക്കേഷൻ ലോൺ ഡോട്ടറിന് വേണ്ടിയിട്ടാണ് പറയുന്നുണ്ട്. ഇവൻ ഡോട്ടറിന് വേണ്ടിയിട്ടാണെങ്കിലും കിട്ടും, 80E പറയുന്നുണ്ട്. സോ ഡോട്ടറിന് വേണ്ടിയിട്ടുള്ള എടുത്ത 80E അനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്യാൻ പറ്റും. ആ ഇൻട്രസ്റ്റ് ഞാനിവിടെ ഡിഡക്ട് ചെയ്തു. സോ വിൽ ഗെറ്റ് ടോട്ടൽ ഇൻകം. ഇത്ര ഉള്ളൂ സംഭവം. ആക്ച്വലി ഇറ്റ് ഈസ് എ റിയലി റിയലി സിമ്പിൾ മാറ്റർ. ഓക്കെ ഓക്കെ, ദെൻ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഇവിടെ കുറച്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്, ഇതേപോലെ നോട്ടൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. ഓക്കെ, 115 BS വെച്ചിട്ടുള്ള. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. കോമൺ ആയിട്ട് നിങ്ങൾ എല്ലാവരും ചോദിച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം ഡൗട്ട് എന്താണെന്ന്. ഞാൻ പറഞ്ഞുതരാം, ആദ്യം അത് പറയാം. ഇവിടെ ജസ്റ്റ് എന്തേ പറയുന്നുള്ളൂ? കമ്പ്യൂട്ട് ടോട്ടലിംഗ് എന്ന് പറയുന്നുള്ളൂ. ശരിയല്ലേ? ആൻഡ് ടാക്സ് പേയബിൾ എന്നും പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏത് മെത്തേഡ്, ഏത് റെജീമാന്ന് പറയുന്നുണ്ട്?
ഡിഫോൾട്ട് ആണോ, ഓൾഡ് ആണോ, ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചിരുന്നു ഈ ഒന്നും പറയുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു രണ്ടിലും ചെയ്യണം എന്ന് പറഞ്ഞു. അതന്നെ ആൻസർ, രണ്ടിലും ചെയ്യണം. അപ്പോൾ സാറ് ടൈം കിട്ടുമോ? അറിയില്ല. അപ്പോൾ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള മിനിമൈസ്ഡ് ക്വസ്റ്റ്യൻ ആയിക്കാണ് തരിക. ദാറ്റ് മീൻസ് അധികം അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ രണ്ടിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ അവിടെ പ്രത്യേകിച്ച് റെജീം ഒന്നും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം ക്ലയന്റിന് അറിയില്ല ഏതാണ് റെജീം ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, CMA കാരനായ നമ്മൾ എന്ത് ചെയ്യാണ്, പറഞ്ഞു കൊടുക്കുകയാണ് ഈ റെജീം ചെയ്താൽ ഇങ്ങനെ ടാക്സ് അടക്കണം, ഈ റെജീം ചെയ്താൽ ഇത്ര ടാക്സ് അടക്കണം, ഇതുകൊണ്ട് നിങ്ങൾ ഇത് എടുത്തോളൂ, ഇതാണ് കുറവ്. അങ്ങനെ ആയിരിക്കണം ആൻസർ. ഓക്കെ ഓക്കെ. അയ്യോ, അപ്പം നമുക്ക് നോക്കാം. ഇതായിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ. തന്നെ ചെയ്യാം. തന്നെ ചെയ്യാം. ഓക്കെ, നോക്കണം. ഇത് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് മറ്റേതിനേക്കാളും. ഇവിടെ ഏജ് 55 ആണ് ഏജ്. ഓക്കെ, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടും കോസ്റ്റ് അക്കൗണ്ടും ഇനി പ്രാക്ടീസ് നമ്മളെ ഫീൽഡാണ്. ഓക്കെ, ക്യാഷ് ബേസിസിലാണ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. സാലറി ടു സ്റ്റാഫ്, സ്റ്റൈപ്പൻഡ് ടു ആർട്ടിക്കൽ അസിസ്റ്റൻസ്, ഇൻസെൻറ്റീവ് ടു ആർട്ടിക്കൽ അസിസ്റ്റൻസ്, ഓഫീസ് റെന്റ്, പെൻഡിങ് ആൻഡ് മെഷീനറി, മീറ്റിംഗ്, സെമിനാർ, കോൺഫറൻസ്, പർച്ചേസ് ഓഫ് കാർ. എടാ, പർച്ചേസ് ഓഫ് കാർ ഇങ്ങനെ എക്സ്പെൻഡിച്ചർ ആവുക, അത് കിട്ടൂല. പർച്ചേസ് ഓഫ് കാർ അതുകൊണ്ട് ഓക്കെ, ഒഫീഷ്യൽ യൂസ് ആണെന്നെങ്കിൽ അത് ക്യാപിറ്റൽ നാച്ചുറൽ അല്ലേ, റവന്യൂ നാച്ചുറൽ അല്ലേ. റിപ്പയർ, മെയിൻ്റനൻസ്, പെട്രോൾ ഓഫ് കാർ, ഓക്കെ. ട്രാവലിംഗ് എക്സ്പെൻസ്, ദെൻ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഇൻ ഹൗസ് പ്രോപ്പർട്ടി. നോക്കാം. ഓക്കെ, താഴെ പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടി മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യാൻ പറ്റുമോ? ഹൗസ് പ്രോപ്പർട്ടി നാച്ചുറൽ കിട്ടൂല. കിട്ടൂല. നെറ്റ് പ്രോഫിറ്റ്, ഓക്കെ. ഫീസ് ഏൺഡ്, ഓഡിറ്റ്, ടാക്സേഷൻ, കൺസൾട്ടൻസി, ബിസിനസ് ഇൻകം ആണ്. ഡിവിഡൻഡ് IFOS ആണ്. ഇൻകം IFOS, ഇൻകം ഫ്രം UT IFOS ആണ്. ഓണറേറിയം IFOS ആണ്. 2 റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ലെറ്റ് ഔട്ട്, ദെൻ HP ആണ്. അപ്പോൾ ഈ HP റിലേറ്റഡ് ആയിട്ടുള്ള മുനിസിപ്പൽ ടാക്സ് ആണത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. മേലെ പറഞ്ഞ സെയിം രീതി. ഇത് എങ്ങനെ തന്നെ കാര്യം എക്സാം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഏകദേശം വരിക. ദെൻ അലോവബിൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് മോട്ടോർ കാർ ഈസ് 15%. ഓക്കെ, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. മോട്ടോർ കാറിൻ്റെ 15% ആണ്. പക്ഷേ മോട്ടോർ കാറിന് ഡേറ്റ് തന്നിട്ടുണ്ടോ? ഡേറ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. മോട്ടോർ കാർ എന്നാ പർച്ചേസ് ചെയ്തതെന്ന് ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? 2 അസംഷനിലും ചെയ്യാം. ദാറ്റ് മീൻസ് വി ക്യാൻ സേ അത് പർച്ചേസ് ചെയ്തത് 180 ഡേയ്സിന്റെ മുകളിലാണ്, അല്ലെങ്കിൽ 180 ഡേയ്സിന് താഴെയാണ്. 2 രീതിയിൽ ആൻസർ ചെയ്താൽ മാർക്ക് കിട്ടും. ഒന്നും പറയുന്നില്ല, ഇവിടെ ഒന്നും പറയുന്നില്ല. വി ക്യാൻ ടേക്ക് ബോത്ത്. ദെൻ വാല്യൂ ഓഫ് ബെനിഫിറ്റ്സ് റിസീവ് ഫ്രം ക്ലയന്റ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പ്രൊഫഷൻ. ഇതെന്താണ്? ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പഠിക്കണം. ദാറ്റ് മീൻസ് ബിസിനസ് പ്രൊഫഷൻ്റെ ഇടയിൽ വാല്യൂ വല്ല ക്ലയൻസിലേക്ക് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും, ശരിയല്ലേ? സോ മേലത്തേൽ ഉണ്ടാവില്ല. ടു ബി ട്രീറ്റഡ് ആറ്റ് PGBP. ആഡ് ചെയ്യാനുള്ള സാധനമാണത്. ഓക്കെ, ദെൻ incentives to article assistance represent amount paid to 2 article assistants passing inter examination at first attempt. അപ്പം കുറെ ആർട്ടിക്കിൾ അസിസ്റ്റൻസ് എന്തായാലും 2 ആർട്ടിക്കിൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായപ്പം ആ ഇൻസെൻറ്റീവിൽ അതും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അലോവബിൾ ആണ്. ഇത് വേറെ എന്താ കോംപ്ലിക്കേഷൻ? അവർ എക്സ്ട്രാ കൊടുത്ത് ഇൻസെൻറ്റീവ് കൊടുത്താൽ നോ ഇഷ്യൂ, അത് പ്രശ്നമൊന്നുമില്ല. സോ ഇറ്റ് ഈസ് അലോവബിൾ. ഇത് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട. റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് കാർ ഇൻക്ലൂഡ് 2000 ഫോർ ദ പീരിയഡ് ഫ്രം 1/10/2023 to 39/9/2024. ഓക്കെ, ഇത് പ്രത്യേകിച്ച് റെലവൻസ് പീരീഡ് ആണോ? നോ, പ്രശ്നമൊന്നുമില്ല. മേലെ പറഞ്ഞ 2000 ഇല്ലേ അവിടെ, ഈ മെയിൻ്റെനൻസ് 2000 ആ പീരീഡിൽ നടന്നാന്നാണ് പറയുന്നത്. സോ പ്രത്യേകിച്ച് കോംപ്ലക്സ് ഇല്ല അതിൽ. സാലറി ഇൻക്ലൂഡ്സ് 30,000 ടു കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് ഇൻ ക്യാഷിൽ കൊടുത്തു സാലറി 30,000. അലോ ചെയ്യാൻ പറ്റുമോ? പറ്റൂല, ഡിസലോ ചെയ്യും. ഓക്കെ, ദെൻ ട്രാവലിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫ്രം ഫോറിൻ ടൂർ ഓഫ് 32,000 വിച്ച് വാസ് വിത്തിൻ RBI നോംസ്. ട്രാവലിംഗ് എക്സ്പെൻസ് അടുത്ത് ബിസിനസ് പർപ്പസ് ആണ് പറയുന്നില്ല. വി ക്യാൻ അസ്യൂം ഇറ്റ് ആസ് ബിസിനസ് പർപ്പസ് ആൻഡ് RBI നോംസിനനുസരിച്ചാണ്. സോ വേറെ കോംപ്ലക്സ് ഇല്ല, ഇറ്റ് ഈസ് അലോവബിൾ, വേറെ പ്രശ്നമൊന്നുമില്ല. RBI നോംസ് അനുസരിച്ച് ബിസിനസ് പർപ്പസിന് പോയതല്ലേ, നോ ഇഷ്യൂ. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ആണ് ഹെൽത്ത് ഓഫ് ഡിപ്പെൻഡന്റ് ബ്രദർ ആൻഡ് മേജർ സൺ ഡിപ്പെൻഡന്റ് ഓൺ അമൗണ്ട്സ് ഓഫ് 5,000 and 10,000 റെസ്പെക്റ്റീവ്ലി പെയ്ഡ് ഇൻ ക്യാഷ്. മെഡിക്കൽ പ്രീമിയം ക്യാഷിൽ പേ ചെയ്ത് അലോ ചെയ്യാൻ പറ്റുമോ? ETDയിൽ പറ്റൂല. സോ ഡിസലോ എന്നല്ല, കിട്ടൂല, ഡിഡക്ഷൻ കിട്ടൂല. ഷീ ഇൻവെസ്റ്റഡ് ആൻഡ് 10,000 ഇൻ NSE. 80Cയിൽ ഡിഡക്ഷൻ കിട്ടൂലേ? NSEയിൽ നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ യെസ്. ഷീ പെയ്ഡ് 70,000 ടുവേർഡ്സ് അഡ്വാൻസ് ടാക്സ്. 70,000 അടച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. TDS ഈസ് അപ്ലിക്കബിൾ ഓൺ ഡിവിഡൻഡ് ആൻഡ് ഇൻകം ഫ്രം UT. TDS അപ്ലിക്കബിൾ ആണെന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ TDS നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഗ്രോസിലാണ് തന്നിട്ടില്ല, TDS കാൽക്കുലേറ്റ് ചെയ്ത് അത് ലെസ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ ടാക്സ് ലയബിലിറ്റിയാണ് ചോദിക്കുന്നത്, ടാക്സ് പേയബിൾ ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഈസ് എ പക്കാ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ. 2 മെത്തേഡിലും ചെയ്യണം. കുറേ ഐറ്റംസ് ഉണ്ട്. എക്സാമിന് ഇങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക, വരാതിരിക്കുക. ഓക്കെ, വന്നാൽ നമ്മൾ ഫേസ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്കറിയാമല്ലോ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഒക്കെ നോട്ട് ചെയ്യുക. ഇത് വീട്ടിൽ തന്നെ ശീലിക്കണം. നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ തന്നെ ഇങ്ങനെ ശീലിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മറക്കൂല, പക്കായിരിക്കും.
സത്യം പറയാം പക്കയായിരിക്കും. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ കൊതിക്കും. കാരണം ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു അത്. ഞാൻ നിങ്ങളെക്കാട്ടി മോശം സ്റ്റുഡൻ്റ് ആണ്, പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ വീക്കാണ് ഞാൻ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ പിന്നെ പറയാം. അപ്പം നമുക്ക് ഇനി ആൻസർ നോക്കാം. നമ്മൾ വല്ലതും പറഞ്ഞ് ഞാൻ ആൻസർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുള്ളത് ഈ ഒരു മെത്തേഡിലാണ്. അപ്പോൾ ഇതാണ് പ്രശ്നം. ഈ പറഞ്ഞ പല ആൾക്കാരും ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു മെറ്റീരിയൽ തന്നെ 2-3 മെത്തേഡ് ഫോളോ ചെയ്യും. അതാണ് ഈ കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെത്തേഡ് സ്റ്റിക്ക് ഓൺ ചെയ്യാം. യു ക്യാൻ യൂസ് ദിസ് ഓർ മേലത്താണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നി ആ രീതിക്ക് ചെയ്യാം. ഇവിടെ വർക്കിംഗ് നോട്ടായിട്ട് ചെയ്തിട്ടില്ല. ഹൗസ് പ്രോപ്പർട്ടി വർക്കിംഗ് നോട്ട് 1 പോയി നോക്കാനാണ് പറയുന്നത്. സോ യു ക്യാൻ ചെക്ക് വർക്കിംഗ് നോട്ട് നമ്പർ 1. ഗ്രോസ് ആനുവൽ വാല്യൂ എടുത്ത് അവിടെ തന്നിരിക്കുന്ന റെന്റ് റിസീവ്ഡ് ആണ്. ദെൻ മുനിസിപ്പൽ ടാക്സ് ഇത് രണ്ടും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നെറ്റ് ആനുവൽ വാല്യൂ ഇത് മാർക്ക് ചെയ്ത് 30% മൈനസ് ചെയ്ത് യു ഗെറ്റ് ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, നെക്സ്റ്റ് PGVP ആണ്. PGVPയിൽ എന്തൊക്കെ നെറ്റ് പ്രോഫിറ്റ് നമ്മളെ എക്സ്പെൻഡിച്ചർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റെക്കോർഡ് എടുത്ത് പിന്നെ അതിൽ നിന്ന് എക്സ്പെൻസിൽ ആഡ് ചെയ്യാനുള്ളത് തിരിച്ച് ഡെബിറ്റ്, ദാറ്റ് മീൻസ് അലോ ചെയ്യാത്തത് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ തന്നെ അലോ ചെയ്യുന്നത് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കി സാലറി പെയ്ഡ് ടു കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ്, ദാറ്റ് മീൻസ് അവിടെ എന്താണ് ക്യാഷ് പേയ്മെന്റ് എക്സീഡ്സ് 10,000 ആണ്. 40A3 അനുസരിച്ച് എന്ത് ചെയ്യും, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. പർച്ചേസ് ഓഫ് കാർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ആഡ് ബാക്ക് ചെയ്ത്. മുനിസിപ്പൽ ടാക്സ് റെസിഡൻഷ്യൽ ഫ്ലാറ്റിനാണ് ആഡ് ബാക്ക് ചെയ്തത്. അപ്പോൾ ഓൾറെഡി ലെസ് ചെയ്ത സാധനങ്ങളായിരുന്നു, അപ്പോൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. വാല്യൂ ഓഫ് ബെനിഫിറ്റ്സ് റിസീവ് ഫ്രം ദ പ്രൊഫഷൻ മേലെ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പം ക്ലയന്റിനെ നിന്ന് കിട്ടുന്ന ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും അഡീഷണൽ വിൽ ബി ടാക്സബിൾ ആസ് ബിസിനസ് ഇൻകം ആൻഡ് ഇറ്റ് വിൽ ബി ആഡ് ചെയ്തു. ദെൻ ഡിവിഡൻഡ് ഇൻകം, ഇൻകം ഫ്രം UTI, റെന്റ്, ഓണറേറിയം ഒക്കെ അതർ നേച്ചർ ഓഫ് ഇൻകം ആണ്, ബിസിനസ് ഇൻകം അല്ല. അതൊക്കെ ലെസ് ചെയ്തു ആൻഡ് വിൽ ഗെറ്റ് എന്ത് ബാലൻസ്. ഓക്കെ, ദെൻ ഡിപ്രിസിയേഷൻ ആണ് പറയുന്നത്. ഡിപ്രിസിയേഷൻ താഴെ ഒരു വീണ്ടും വേറെ നോട്ട് കൊടുത്തിട്ടാണ് പറയുന്നത്. അവിടെ തന്നെ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ നോട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ അസ്യൂംഡ് ദാറ്റ് മോട്ടോർ കാർസ് പുട്ട് യൂസ് ഓൺ 180 days. 180 days മോർ ദാൻ 180 days പുട്ട് യൂസ് ചെയ്തെന്നാണ് ഇവിടെ അസ്യൂം ചെയ്തിട്ടുള്ളത്. സോ 15% ഡിപ്രിസിയേഷൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു നോട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ. യു ക്യാൻ ആൾട്ടർനേറ്റ്ലി ടേക്ക് ആസ് 50% ഓഫ് ഡിപ്രിസിയേഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇവിടെ കൺസിഡർ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ആൻഡ് വിൽ ഗെറ്റ് DPGVP. അച്ഛ ഓക്കെ, സോ PGPT. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ്, അതിനടുത്ത വർക്ക് നോട്ട് ഇട്ടിട്ടുണ്ട്. ഇൻകം ഫ്രം അതർ സോഴ്സ് നോക്കാം, വേഗം പോയി നോക്കാം. നിങ്ങളിത് കാണുന്നുണ്ടോ കൂട്ടുകാരെ? വേഗം പോയി നോക്കാം. ദെൻ ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഓഫ് എക്സ് ലിമിറ്റഡ് ഒക്കെ അതേപോലെ ഡിവിഡൻഡ്, ഇൻകം ഫ്രം UTI, ഓണറേറിയം, ഇത് മൂന്നുമില്ല നാച്ചുറൽ ഡയറക്ട്ലി അതേപോലെ എമൗണ്ട് എടുത്ത് സിമ്പിൾ. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സും കിട്ടി. സോ എല്ലാ ഹെഡ്സ് ഓഫ് ഇൻകം ആയി. ഇപ്പൊ തന്നെ ഏകദേശം മാർക്ക് ആയി. ദെൻ ഇതെല്ലാം കൂടി കൂട്ടി ഗ്രോസ് ടോട്ടൽ ഇൻകം. ദെൻ ചാപ്റ്റർ 6 ഡിഡക്ഷൻ. ചാപ്റ്റർ 6 ഏത് മാത്രമേ കിട്ടുള്ളൂ? പ്രത്യേകിച്ച് നോക്കാം. 80D കിട്ടുമോ? 80D കിട്ടൂല, ക്യാഷ് ആയതുകൊണ്ട്. ദെൻ ഇത് മാത്രം 10,000 മാത്രമല്ലേ കിട്ടുള്ളൂ. ഞാൻ നോട്ടാക്കി അവർ കൊടുത്തിട്ടുണ്ടാവും. 10,000 ഡിഡക്ട് ചെയ്ത് ആൻഡ് വിൽ ഗെറ്റ് ദി ടോട്ടൽ ഇൻകം. ഓക്കെ, സോ ഇവിടെ ആദ്യം റെഗുലർ പ്രൊവിഷനായിട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം ഫുള്ള് റെഗുലർ പ്രൊവിഷനിൽ ചെയ്തിട്ട് പിന്നെ വീണ്ടും മറ്റേ ഡിഫോൾട്ട് റെജിമിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ റെഗുലർ പ്രൊവിഷനിൽ പിന്നെ ഡിഡക്ഷൻ ഒക്കെ കുറച്ച് റെഗുലർ പ്രൊവിഷനിൽ ഓക്കെ അപ് ടു 2,50,000, 2,50,000 to 5 lakh, 5 lakh to 10 lakh, 10 lakh to ബാക്കി. ഇത് കാൽക്കുലേഷൻ അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. സ്ലാബ് റേറ്റ് കാൽക്കുലേഷൻ, സ്ലാബ് റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൂട്ടി ആൻഡ് ഗെറ്റ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി. അവിടെ കഴിഞ്ഞിട്ടില്ല, അവിടെ നിൽക്കരുത്. കാരണം അഡ്വാൻസ് ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ടാക്സ് നമ്മൾ നെറ്റ് ടാക്സ് ലയബിലിറ്റി എപ്പോഴും കണ്ടെത്തണ്ടേ. അഡ്വാൻസ് ടാക്സ് നമ്മൾ കുറച്ച്. അത് മാത്രമല്ല മക്കള്, അത് മാത്രമല്ല TDS കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ. സോ TDS ഞാൻ എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, TDS. അപ്പോൾ TDS ഏതിനൊക്കെ വരിക? TDS ഒന്ന് ഈ പറഞ്ഞ ഡിവിഡൻഡിന് 10%, ഇൻകം ഫ്രം UTIക്കും 10%. യെസ്, ഇൻകം ഫ്രം UTIയും 10%. ഞാൻ എടുത്തിട്ടുള്ളത് യെസ് 10%. രണ്ടും ഞാൻ എന്ത് ചെയ്തു ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏതിനൊക്കെ TDS ക്വസ്റ്റ്യനിൽ. TDS ഡിവിഡൻഡും ഇൻകം ഫ്രം UTIക്കും TDS അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് രണ്ടും 10% ഞാൻ എന്ത് ചെയ്തു. 10% നല്ലടാ, UTIക്കും 10% ആയിരിക്കും വരാം. യെസ് 1%. ദെൻ അപ്പം അത് രണ്ടും എന്ത് ചെയ്ത് നമ്മൾ ലെസ് ചെയ്ത്, കാരണം TDS ഓൾറെഡി പിടിച്ചതല്ല. രണ്ടും ലെസ് ചെയ്ത് ആൻഡ് വിൽ ഗെറ്റ് ടാക്സ് പേയബിൾ ആസ് 45,793. ഇവിടെയും തീർന്നില്ല. ഇത് ചെയ്തില്ലെങ്കിൽ മാർക്ക് കിട്ടൂല. റൗണ്ട് ഓഫ് ചെയ്തില്ലെങ്കിൽ പല ആൾക്കാരും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക്, ടാക്സ് പേയബിൾ റൗണ്ട് ഓഫ് ചെയ്യണം. സോ റൗണ്ട് ഓഫ് ചെയ്തു 790. നിയറസ്റ്റ് 10 നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. നിയറസ്റ്റ് 10 ആണോ 100 ആണോ? 10 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അത് നോക്കി വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് റൗണ്ട് ഓഫ് ചെയ്യുന്നത്. ഇത് പല ആൾക്കാരും മിസ് ഔട്ട് ചെയ്യും, മാർക്ക് പോകും. ഉറപ്പാ മാർക്ക് പോകും. കാരണം ഇതൊക്കെ നോക്കും. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. കഴിഞ്ഞില്ല മക്കളെ, കഴിഞ്ഞില്ലത് റെഗുലർ പ്രൊവിഷനല്ല. നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം, 1.5 BACയിലും ചെയ്ത് നോക്കണം. BAC ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ?
ഈ ഇൻകം കാണിച്ചതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇപ്പോൾ ചെയ്തതിൽ? ഇല്ല, അതിൽ പ്രശ്നമൊന്നുമില്ല, ഒക്കെ കിട്ടും, എല്ലാം കുഴപ്പമില്ല, എല്ലാം കിട്ടും. സോ അത് ഓക്കെ. സ്ലാബ് റേറ്റ് മാറും, സ്ലാബ് റേറ്റ് മാറും. സ്ലാബ് റേറ്റ് 3 ലാക്ക് വെച്ചിട്ടാവും. സോ 3 ലാക്കും 3 ലാക്ക് ടു 6 ലാക്ക്, 6 to 9, 9 to 10 ആ രീതിയിൽ കണ്ടെത്തി. ആൻഡ് ആൻസർ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി, അതിൽ നിന്ന് അഡ്വാൻസ് ടാക്സ് കുറച്ച് ആൻഡ് TDS രണ്ടും കുറച്ച് ആൻഡ് ദർ ഇസ് എ റീഫണ്ട്. ആഹാ, അടിപൊളി. ന്യൂ ടാക്സിലാകുമ്പോൾ റീഫണ്ട്, ഓൾഡ് ടാക്സിലാകുമ്പോൾ പേയബിൾ 45,000. സോ ഞാൻ ക്ലയൻറ്റിനോട് എന്താ ടാക്സ് അടക്കാനാ പറയാം അതോ റീഫണ്ടിന് പോകാനാ പറയാം? ഒബ്വിയസ്ലി ഞാൻ 115 BSc പോകാൻ പറയും, ശരിയല്ലേ? അല്ലേ? സോ 115 BSc അനുസരിച്ച് ഞാൻ പോകും. ഓക്കെ, സോ കൺക്ലൂഷൻ ഏതാണ്? ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു മിസ്റ്റർ Huvi to follow default tax regime 115 BSc. ഓക്കെ, ഐ തിങ്ക് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ. അല്ലേ? അല്ലേ? ആയില്ലടാ. ഞാൻ പറ്റുന്നിടത്തോളം മാക്സിമം, ഐ എം നോട്ട് എ DT ഫാക്കൽറ്റി ആക്ച്വലി. എനിക്ക് DT സത്യം പറയാം, DT ഞാൻ ഞാൻ എടുത്തിട്ട് കുറേ കാലമായി DT എടുത്തിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അമെൻമെന്റ് വീഡിയോ മാത്രമാണ് DT. കുറേ ആൾക്കാർ അമെൻമെന്റ് വീഡിയോ ചെയ്യുമോ വെച്ചിട്ടാണ് അമെൻമെന്റ് നോക്കിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തത്. ആൻഡ് പിന്നെ ഇപ്പം റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ആക്ച്വലി എന്നോട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കുറേ സെക്ഷൻസ് ഒക്കെ എൻ്റെ മൈൻഡിലും കുറേ ഇതില്ല. ഞാൻ സെക്ഷൻ കോട്ട് ചെയ്തത് കുറവായിരുന്നു, പക്ഷേ സെക്ഷൻ കോട്ട് ചെയ്യണം. ഞാൻ അറിയുന്ന സെക്ഷൻ, എൻ്റെ മൈൻഡിൽ വരുന്ന സെക്ഷനൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ചില സെക്ഷൻ എൻ്റെ മൈൻഡിലില്ല, സത്യം പറഞ്ഞാൽ അതാണ്. മനുഷ്യരല്ലേ, മറന്നു പോകില്ലേ. ഞാനൊക്കെ ഇങ്ങനെ പ്രൊവിഷൻ ഇപ്പം ഇനി റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ പോയിരുന്നു. നിങ്ങൾ ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. ഓക്കെ, സോ ഇങ്ങനെ ഡീറ്റെയിൽ കുറേ നമ്മളെ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ടോട്ടൽ ഇൻകം റിയലി റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ ഇൻകം എന്തായാലും എക്സാമിനുണ്ടാവും. ഓക്കെ, സോ താങ്ക്സ്. ബൈ ബൈ ബൈ.